സോ യെസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഈ വാരത്തെ നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമ അതാണ് സംഭവം. ചാപ്റ്റർ 1 അല്ലെങ്കിൽ അധ്യായം 1. ഈ ഒരു പടം എന്തൊരു ഇതിൻ്റെ സൗണ്ടിനാണ് ഞാൻ കാശ് കൊടുക്കേണ്ടത്. സൗണ്ടിന് ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ പോയി നിങ്ങളിത് കാണണം. കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ്, കഥ നടക്കുന്നത് മുഴുവൻ കാടിൻ്റെ ഉള്ളിലാണ്, ചുരുളി പോലെ തന്നെ. സോ ആൻഡ് അൺലൈക്ക് ചുരുളി, ചീവീടിൻ്റെ മഴ വീണേൻ്റെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് നമ്മളവിടെ ഇങ്ങനെ ഇരുത്തി റിലാക്സ് ചെയ്ത് ഇങ്ങനെ കാണുന്നപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. ലൈക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, കിടന്ന് ഉറങ്ങുമ്പോൾ ഈ റെയിൻ സൗണ്ട്സൊക്കെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു പരിപാടി. ഇത് നമ്മൾ വിഷ്വലായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്, ആ ഫീലിംഗ് കിട്ടുന്നുണ്ട്. ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു മികവ്, ഓ മൈ ഗോഡ്, ടോപ്പ് സെലക്ഷനാണ്. കാരണം ഡോൾബി അറ്റ്മോസിൽ തന്നെ പോയി കാണാം. ഞാൻ പറയണതിൻ്റെ കാരണം നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. Now top cast: Asghar Ali, Fahad Siddiq, Neetu Krishna, Siddharth Bardhan, Asim Jamal, Vineet Kumar. ട്രെയിലർ കണ്ടായിരിക്കും. ഗൗരി, വിനീത് കുടസണ്ട്, കനകചന്ദ്രൻ, രാജേഷ് അഴീക്കോട്, ശ്രീകാന്ത് ദാസൻ. കാശ് പോണത്, കാശ് ഇറക്കിയിരിക്കുന്നത് സൗണ്ടിനാണ്. ഓ മൈ ഗോഡ്. ഡയറക്ടർ ആൻഡ് റൈറ്റർ സെയിം ആൾക്കാർ തന്നെയാണ്. ജിത്തു സതീശൻ മംഗലത്ത്. ആ കക്ഷി തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും കക്ഷിയാണ് എഴുതിയിരിക്കുന്നതും. നൗ ബിഫോർ ഹി റോട്ട് ദ സ്റ്റോറി വാസ് ഓൾറെഡി അവൈലബിൾ ഇൻ യൂട്യൂബ്. സോ യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഈ ഒരു സെയിം തീം വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഇവർ ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ഇമാജിൻ, ആ ഒരു ഷോർട്ട് ഫിലിം 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. ദേ ഹാവ് സ്വിച്ച്ഡ് ഇറ്റ് ഓഫ്, ദേ ഹാവ് ടോഗിൾഡ് ഇറ്റ് ഫ്രോം പബ്ലിക് ടു പ്രൈവറ്റ്. സോ ഇപ്പോൾ അത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും പബ്ലിക് ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദിസ് സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആൻഡ് മോർ ഓവർ അതിൽ അഭിനയിച്ചിരിക്കുന്ന പല അഭിനേതാക്കളും ഇതിലും അഭിനയിച്ചിട്ടുണ്ട്. സെയിം സീൻസ്, സെയിം സ്റ്റോറി ലൈൻ, അടിപൊളി. ടൈം ട്രാവൽ, ടൈം ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് ചെന്ന് പെടാ. ലൈക്ക് ഈ ഒരു 3 ക്യാരക്ടേഴ്സിന് ഒരു അവസരം കിട്ടുകയാണ്. ലൈക്ക് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിൽ ആധാരമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ, മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഒന്ന് മെൻഡ് ചെയ്യാൻ, ഒന്ന് മാറ്റി എടുക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ വാട്ട് ആർ ദേ ഗോണ ഡു? വിൽ ദേ സക്സീഡ് ഇൻ ഡൂയിങ് ഇറ്റ്? അങ്ങനെയല്ലേ ഇനി കൂടുതൽ പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആവും. ലൈക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. എൻ്റെ 2 കാര്യങ്ങൾക്ക് ആധാരമായിട്ടാണ് ഈ ഒരു ടൈം ലൂപ്പ് നടക്കുന്നത്. ലൈക്ക് 1 ചോര, 2 ശബ്ദം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആയിരിക്കും. ഇത് കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ലൈക്ക് ഇതിലിപ്പോൾ റിവ്യൂസിൽ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ നെഗറ്റീവായിട്ട് റിവ്യൂ എഴുതിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് ദ മോസ്റ്റ് ലാഗിങ് മൂവി ഐ ഹവ് എവർ സീൻ. ഐ ഡോണ്ട് ടോട്ടലി അഗ്രി വിത്ത് ഹിം. അവൻ എക്സ്പ്ലെയിൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്, സീ ദ മൂവീസ് കൺസെപ്റ്റ് ആൻഡ് ഓൾ ഇസ് ഗ്രേറ്റ്, ഓഫ് കോഴ്സ് ഗ്രേറ്റ് വ്യൂസ് ആൻഡ് ദ വേ ഇറ്റ്സ് ടേക്കൺ, ഇറ്റ്സ് ഓൾ ഗുഡ്. ഞാൻ 100% അഗ്രി ചെയ്യുന്നു. ബട്ട് സം ഓഫ് ദി ആക്ടേഴ്സ് ആക്ടിങ് ഇസ് വെരി പുവർ. ആയിരിക്കാം, കുറച്ച് ന്യൂബീസൊക്കെ ഉണ്ട് എന്ന് കരുതി അത് സിനിമേൻ്റെ ഇതിനൊന്നും എഫക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. ദാറ്റ് ain't even the main problem of the movie. ഓക്കെ, എന്തായിരിക്കും? The main problem is that it's so lagging that you just want to get out of the theatre despite paying 200 rupees for it. ഞാൻ 500 രൂപ കൊടുത്തിട്ടാണെങ്കിൽ ഈ പടത്തിന് കറക്റ്റാണ്. ഞാൻ അങ്ങനത്തെ ഒരു ഫാനായി പോയി ചെമ്പം കണ്ട ശേഷം. പക്ഷേ 1 സ്റ്റാറേ കൊടുത്തുള്ളൂ IMDb. പിന്നെ 7 basic yet engaging time loop story. Of course, just watch someone today. Honestly, it was a real engaging theatre experience. The film carries a fresh and ambitious idea, of course. And the way the story progresses feels natural. It doesn't rush through things and instead lets the audience slowly absorb the concept and the world experience. Yes, ഇതാണ് ട്രൂത്ത്. ചാപ്റ്റർ 1 കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചാപ്റ്റർ 2 എന്തായിരിക്കും ഒരു ഊഹമൊക്കെ കിട്ടുന്നുണ്ട്, കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക, ചാപ്റ്റർ 2 കൂടി കണ്ടിരുന്നുവെങ്കിൽ ഒരു ഇത് കിട്ടിയേനെ. എന്തായാലും സദ്യയ്ക്ക് ശേഷം ഒരു പായസം കുടിച്ചൊരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടിയില്ല. അതാ ചാപ്റ്റർ 2 വരണം. ചാപ്റ്റർ 3 ഉണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാ. ദേ ഹാവ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇറ്റ് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നുള്ളത്. ബട്ട് ഗൈസ് ഐ ടോട്ടലി റെക്കമെൻഡ് ദിസ് ടു ബി വാച്ച്ഡ് ഇൻ ദ തിയേറ്റർ ബിക്കോസ് ഓഫ് ഡോൾബി അറ്റ്മോസ് ആൻഡ് ദ സൗണ്ട്. ഫോറസ്റ്റ്, കാട്ടിൽ ഒരു മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങൾ, ചീവീട്, അതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കൂടുതൽ ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞ സ്പോയിലേഴ്സ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ആസ് യൂഷ്വൽ. അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം. അതുവരയ്ക്കും
സ്റ്റേ ട്യൂൺഡ്.